ഇപ്പോൾ നിക്ഷേപങ്ങൾക്ക് 8.5% പലിശയുമായി KSFE നേട്ടം പ്ലസ്. ഇതിലും മികച്ചത് മറ്റൊന്നില്ല. നമ്മൾ പുൾ ഓഫ് ചെയ്യുന്ന നമ്പർ ഓഫ് ഷോട്ട്സ് എന്ന് പറയുന്നത് ആവറേജ് ലൈക്ക് ഒരു 25 to 45 അതിനിടയ്ക്ക് വരാം. ഇതിന്റെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴേക്കും ഒരു സ്ട്രീറ്റ് ഫൈറ്റ് ഉണ്ട് പടത്തില്, ലൈക്ക് പ്രൊഫഷണൽ ബോക്സേഴ്സിന്റെ സ്ട്രീറ്റ് ഫൈറ്റ്. എന്റെ കരിയറിൽ തന്നെ ഒരു നല്ല പടം അല്ലെങ്കിൽ ഓക്കെ കൊമേഴ്ഷ്യലി വർക്കായ ഒരു സിനിമ എന്ന് പറഞ്ഞവരെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്റെ സുഹൃത്തുക്കളുടെ കൂടെ ചെയ്തതായിരിക്കും. റഹ്മാൻ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. അനുരാഗ കരിക്കിൻ വെള്ളം എന്ന് പറയുന്ന ഒരു പടം ചെയ്യാനായിട്ട് ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. റഹ്മാന്റെ വെരി ഇനീഷ്യൽ ഫസ്റ്റ് മൂവി വാസ് ഉണ്ടാ. സമയമില്ല, എന്റെ റഷ് കാര്യങ്ങള്. പിച്ചേട്ടൻ രാവിലെ വന്നിട്ട് എന്താ ഷോട്ട് ഇങ്ങനെ തല്ലുന്നത് റെഡി പോയമ്പോ പിടിച്ചെടുത്തിട്ട് ഒറ്റടി കൊടുത്ത്. പക്ഷെ അത് തല്ലിയ പുള്ളിയുടെ ഷോട്ടിനേക്കാൾ നന്നായത് നമ്മൾ മൾട്ടി ക്യാമറ വെച്ചിട്ടാണ് അത് ചെയ്തത്. എനിക്ക് തോന്നുന്നു ആസിഫ് അത്രയും നല്ല തല്ലുകൊണ്ട് വേറെ 8 സീറ്ററിൽ 8 പേരുണ്ട്. അവര് 8 പേരും എൻഗേജ് ചെയ്യുന്ന ഒരു ഫൈറ്റ് വേണം ചെയ്യാൻ എന്നുള്ളതായിരുന്നു ആവശ്യം. ദ ക്യൂ ഷോ ടൈമിൽ ജിംഷി ഖാലിദ്, വെൽക്കം. താങ്ക് യു. ആദ്യമേ ചോദിക്കാനുള്ളത്, ഈ 2016 മുതലുള്ള ഇൻഡിപെൻഡന്റ് സിനിമാറ്റോഗ്രാഫർ ജേണി ഉണ്ട്. പല സിനിമകൾ പല ടെറൈനിൽ പല രീതിയിൽ പല ആക്ടേഴ്സിനെ കണ്ട് പോകുന്നുണ്ട്. ഈ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്ന ആർട്ടിസ്റ്റുകൾ മാറുന്നുണ്ടാവും, സെറ്റിങ്ങുകൾ മാറുന്നുണ്ടാവും. ജിംസി ഓരോ തവണ ഓരോ ലൊക്കേഷനിൽ പോയിട്ട് ഓരോ സിനിമയുടെ പാർട്ടാകുമ്പോൾ അഗെയിൻ വ്യൂ ഫൈൻഡറിലൂടെ ഓരോ സീൻ ഓരോ ഷോട്ടിന് വേണ്ടിയുള്ള പ്രിപ്പ് കാര്യങ്ങളൊക്കെ വരുമ്പോഴൊക്കെ ജിംഷി ശരിക്കും ഈ ജേണിയിൽ എക്സൈറ്റ് ചെയ്യിക്കുന്നത് എന്താ? എക്സൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ റിസൾട്ട് കാണുന്ന ഒരു അത് റിസൾട്ട്, എസ്പെഷ്യലി ഞാനിപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ സിനിമയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് ആളുകൾക്ക് വർക്കായി ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിനാണ് അതിന്റെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ളത്. പിന്നെ സെറ്റ് ടു സെറ്റ്, പീപ്പിൾ ടു പീപ്പിൾ, സിനിമ ടു സിനിമ വർക്ക് ചെയ്യുമ്പോൾ വെൻ യു അസോസിയേറ്റ് വിത്ത് ദ സിനിമ, അത് അവിടെ എക്സൈറ്റ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഡെഫിനറ്റ്ലി നമ്മുടെ ഡയറക്ടറുമായിട്ടുള്ളൊരു അഫിലിയേഷൻ തന്നെയാണ് അതിൽ ഏറ്റവും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം. ഐ മേക്ക് ഷുവർ ഐ ബിൽഡ് എ റാപ്പോ വിത്ത് ദം. പിന്നെ ഇത് ബേസിക്കലി സിനിമാറ്റോഗ്രാഫറുടെ വിഷൻ അല്ല, ഡയറക്ടറുടെ വിഷൻ ആണത്. അത് ഡയറക്ടറുടെ വിഷൻ അത് എക്സാക്ട്ലി അയാള് ഡ്രീം കാണുന്ന പോലെയാണ്. ഇപ്പൊ ഒരു റൈറ്റർ ഡയറക്ടർ ആണെങ്കിൽ തന്നെ ഇറ്റ്സ് ഇൻ ഹിസ് മൈൻഡ്. ഇപ്പൊ അവിടെ എന്ത് കളറായിരുന്നു പുള്ളി, ആ സംഭവം ഏത് ലെൻസിലാണ് കണ്ടിരുന്നത് എന്നുള്ളത് പുള്ളിയുടെ ഇമാജിനേഷൻ മാത്രമാണ്. അത് എത്ര ഫിലിം മേക്കേഴ്സിനോ ടെക്നീഷ്യൻസിനോ ഒരു DP-യുടെ അടുത്തോ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റുള്ളവരുടെ അടുത്ത് അത്ര സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ല. ബട്ട് സം ഡയറക്ടേഴ്സ് ആർ വെരി ക്ലെവർ. അവര് നമുക്ക് പിക്ചർ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ തന്നെ കൂടെ ഉള്ളവർക്ക് തരും. അതല്ലാത്ത പക്ഷം ഐ വിൽ മേക്ക് ഷുവർ വി ആർ ഇൻ എ സെയിം പേജ്. നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു വിഷണറിയുടെ കേസിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എത്തുന്നില്ലെങ്കിൽ പോലും ഐ വിൽ മേക്ക് ഷുവർ ബ്രദർ വി ആർ ഇൻ എ സെയിം പേജ് ആൻഡ് ലെറ്റ്സ് ഡു ഇറ്റ് എന്നുള്ള കാര്യം. ആ ഒരു തമ്മിലുള്ളൊരു വിശ്വാസതയും റാപ്പവും തന്നെയാണ് ഇതിനെ ഒരു ക്രാഫ്റ്റ് ആക്കുന്നതും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ ഈ ലാസ്റ്റ് ഇപ്പൊ ഈ ആലപ്പുഴ ജിംഖാനയുടെ കേസ് എടുത്താൽ തന്നെ നമ്മളൊരു ഓൾമോസ്റ്റ് ഒരു 100 ദിവസത്തോളം നമ്മൾ ഒരുമിച്ച് ഷൂട്ട് ചെയ്ത്, യെസ്, couple of schedules, but എന്നിരുന്നാൽ പോലും ഒരാഴ്ചത്തെ ബ്രേക്കിൽ അല്ലെങ്കിൽ 10 ഡേയ്സിന്റെ ബ്രേക്കിലൊക്കെയാണ് പിന്നെയും നമ്മൾ അടുത്ത സ്കെഡ്യൂൾ തുടങ്ങുന്നത്, ഒരു മലയാള സിനിമ ആയതുകൊണ്ട്. അപ്പോ ഇത്രയും നാള് നമ്മള് ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണ്. ആൻഡ് എവറി ഡേ വി ആർ ഡിസ്കസിങ് ഓൺ വൺ തിങ് ഓർ ദി അതർ തിങ്. പലപ്പോഴും ഇപ്പൊ ഈ പറഞ്ഞ മാതിരി അഭിപ്രായ വ്യത്യാസങ്ങൾ, അത് ഇപ്പൊ എനിക്കും ഇപ്പൊ റാൽഫാണ് അതിന്റെ ഡയറക്ടർ എങ്കിൽ റാൽഫിനും നമ്മൾ രണ്ടുപേരും ചെയ്യുന്ന ജോലിയിൽ ഒരു വ്യക്തമായ ധാരണ ഉള്ളത് കൊണ്ടാവാം ഈ ഒരു അഭിപ്രായ വ്യത്യാസം വരുന്നത്. ഓക്കെ, ഞാൻ ഇങ്ങനെ ചെയ്താൽ അല്ലെങ്കിൽ ഇത് ഇങ്ങനെയല്ലേ ഇതിന്റെ റൈറ്റ് വേ എന്ന് ഞാനത് തൻ്റെ അടുത്ത് പറയുമ്പോൾ ആ ഒരു ഓക്കെ ഇത് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു ധാരണ
എനിക്കുള്ളത് കൊണ്ടാണ്. അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സെറ്റില് സുലഭമായിരിക്കും. പക്ഷെ അത് ഞാനിപ്പോ അത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, if you're in the same page with the technicians that you work with, ഇപ്പൊ ഒരു സെറ്റില് ഇപ്പൊ ഈ റഹ്മാന്റെ സെറ്റിലായാൽ പോലും ഒരു 120ഓളം ടെക്സ് വർക്ക് ചെയ്യുന്നുണ്ട് ഓൺ എ ഡെയിലി ബേസിസ്. ഈ ജൂനിയർ ആർട്ടിസ്റ്റും മറ്റും അല്ലാതെ തന്നെ നമ്മുടെ ഡെയിലി നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് ഒരു 120 പേരോളം വരും. അതിലൊരു മിനിമം 40 പേരോടെങ്കിലും നമുക്കിത് പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇതാണ് ഇപ്പൊ എടുക്കാൻ പോകുന്നത്, ഇതാണ്, അല്ലെങ്കിൽ ഇന്ന ഷോട്ട് നമ്മളിപ്പോ ചെയ്യുന്നത് ഇതാണെന്നുള്ളത്. അത് നമ്മുടെ നാട്ടിലൊരു മലയാള സിനിമ ഒരു ആവറേജ് നമ്മൾ പുൾ ഓഫ് ചെയ്യുന്ന നമ്പർ ഓഫ് ഷോട്ട്സ് എന്ന് പറയുന്നത് ആവറേജ് ലൈക്ക് ഒരു 25 to 45 അതിനിടയ്ക്ക് വരാം. ഈ 25 മുതൽ 45 ഷോട്ട് ഒരു ദിവസം ലൈക്ക് ഒരു 8 to 12 hours കൂട്ടിക്കോ. അതിനിടയ്ക്ക് എടുക്കുമ്പോൾ നമ്മൾ ഈ 40 പേരോടും ഈച്ച് ടൈം we have to explain everything. ഇതാണ് ഇതാണ് എന്നുള്ള കാര്യം. That's it. അതാണ് അതിന്റെ വർക്ക് ചെയ്യുമ്പോൾ എന്നെ ചാലഞ്ചിങ് ആയിട്ടും അതേപോലെ അതിലൊരു എക്സൈറ്റിംഗ് ആയിട്ട് കാണുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ജിംഖാന വരുമ്പോൾ ഓൾറെഡി ഇപ്പൊ തല്ലുമാലയില് പല രീതിയിലുള്ള ഫൈറ്റ് കാര്യങ്ങളിലല്ല, അതിന്റെ കോറിയോ വിഷ്വൽ ഡിസൈനിലൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഇതിൽ കുറച്ചും കൂടെ ഒരു ഓർഗനൈസ്ഡ് ഈ പറഞ്ഞ പോലെ ബോക്സിങ് വരുന്നുണ്ട്. അവിടെ ഒരു കൈൻഡ് ഓഫ് മാർഷൽ ആർട്സ് ഫോം ആണിത്. അത് നമ്മൾ പല ആവർത്തി പല ഈവന്റുകളിൽ കണ്ടിട്ടുള്ള ആളുകള്. അവിടെ ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു ടെലികാസ്റ്റിൽ കാണുന്ന വിഷ്വൽ ആയിരിക്കണം എന്നില്ലല്ലോ സിനിമയിലൂടെ കൊടുക്കാൻ പോകുന്നത്. അവിടെ ഒരു പുതിയ ഡിസൈൻ വേണം, ഇമോഷണൽ ആളുകൾക്ക് അത് കണക്ട് ആവണം. അതിന്റെ ഈ പറഞ്ഞ നമ്മുടെ സിനിമാറ്റിക് സ്റ്റൈലിൽ എന്തെങ്കിലും ഒരു യുണിക്നെസ് ആ വിഷ്വലിൽ കൊടുക്കും വേണം. ഈ ജിംഖാനയുടെ വിഷ്വൽ കോറിയോ അതിലെ പുതിയ എക്സ്പീരിയൻസുകള് ഇതിന്റെ എൻറ്റയർ വിഷ്വൽ വിത്ത് റഹ്മാൻ സെറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ജിംഖാനയിൽ ഇപ്പൊ വിഷ്വലി ചലഞ്ചിങ് ആയിട്ട് എടുത്തു പറയേണ്ട കാര്യം നമ്മള് ബോക്സിംഗ് ഷൂട്ട് ചെയ്ത് തന്നെയാണ്. യെസ്, നമ്മള് ഇതിന്റെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴേക്കും ഒരു സ്ട്രീറ്റ് ഫൈറ്റ് ഉണ്ട് പടത്തില്, ലൈക്ക് പ്രൊഫഷണൽ ബോക്സേഴ്സിന്റെ സ്ട്രീറ്റ് ഫൈറ്റ്. ദാറ്റ്സ് വാട്ട് ദ എക്സൈറ്റിംഗ് പാർട്ട് അബൌട്ട് ദാറ്റ് ഫൈറ്റ്. അവര് റോട്ടിക്കട നടിയുണ്ടാക്കുന്നു, ബട്ട് തമ്മിൽ തല്ലുന്നത് പ്രൊഫഷണൽ ബോക്സേഴ്സ് ആണ്. അപ്പൊ അതെങ്ങനെ ഇരിക്കും എന്നുള്ള പോലത്തെ ഒരു ഫൺ പരിപാടി നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ റിങ്ങിൽ ഷൂട്ട് ചെയ്തതാണ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ബോക്സിംഗ് ഇസ് മോർ ലൈക്ക് ഡാൻസിങ്. അതിന് ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ റിതം, ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ ടൈമിങ്, ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ ഫുട്ട് മൂവ്മെന്റ്, ഹൗ യു ക്യാരി യുവർ സെൽഫ് ഇൻ എ റിംഗ്, ദ കോൺഫിഡൻസ് ദാറ്റ് യു ഹാവ്. നമ്മളിപ്പോ ഞാൻ വളരെ ഏർലി ഏജ് മുതൽ ബോക്സിംഗ് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഒരു വലിയ ഫൈറ്റ് ഒക്കെ വരുമ്പോഴേക്കും കാണാൻ ശ്രമിക്കാറുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണ്. അപ്പൊ ഇറ്റ്സ് ഓൾ അബൌട്ട് റിതം ആൻഡ് യുവർ ടൈമിങ് ആൻഡ് എവറിത്തിങ്, ഫുഡ് മൂവ്മെന്റ്, യുവർ ബോഡി മൂവ്മെന്റ്. അത് എനിക്ക് ഡാൻസ് പോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ്, വൺ ഓഫ് മൈ പേഴ്സണൽ ഫേവറേറ്റ് ബോക്സർ എന്ന് പറയുന്നത് വെസലി ലൊമാച്ചെങ്കോ എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സറാണ്. പുള്ളി ആസ് എ ടീനേജർ ഹി വാസ് എ പ്രൊഫഷണൽ ഡാൻസർ. പുള്ളി ഐ ഡോണ്ട് നോ വിച്ച് ഡാൻസ് ഫോം ഇറ്റ് വാസ്. ഹി ഈസ് എ പ്രൊഫഷണൽ ഡാൻസർ. ആസ് എ പ്രൊഫഷണൽ പുള്ളി ബോക്സറായിട്ട് വന്നപ്പോൾ പോലും that was there in his style. പുള്ളിയുടെ ഫുഡ് മൂവ്മെന്റും വർക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയുണ്ട്, ഡാൻസ് പോലെ തന്നെയാണ്. സോ ഒരു സ്ട്രീറ്റ് ഫൈറ്റ് അല്ലെങ്കിൽ സിനിമയിൽ ഒരു സാധാരണ ഒരു ഫൈറ്റ് ഷൂട്ട് ചെയ്യുന്നതിനേക്കാളും സൂക്ഷിച്ചു വേണമായിരുന്നു അത് ഷൂട്ട് ചെയ്യാൻ. ഇറ്റ്സ് ഓൾ അബൌട്ട് കോമ്പിനേഷൻസ് ആണ്. നമ്മുടെ കോച്ച്, അതായത് നമ്മുടെ കൊറിയോഗ്രാഫർ സെറ്റ് ചെയ്യുന്ന പോലെ ഇതിന്റെ ഒരു കോമ്പിനേഷൻ അനുസരിച്ചിട്ട് ക്യാമറ മൂവ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. അതിന്റെ ഒരു റിതം, അതിന്റെ ഒരു ഫ്ലോ ബ്രേക്ക് ചെയ്യാതെ മൂവ് ചെയ്യുക എന്ന് പറയുന്ന പോലത്തെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ചില സിറ്റുവേഷൻസ്, ചില ഫൈറ്റ് നമുക്ക് വളരെ എനർജറ്റിക് ആൻഡ് വെരി ഫെറോഷ്യസ് ആയിട്ട് വേണ്ട ഒരു സിറ്റുവേഷൻസ്. ഇത് അങ്ങനെ തോന്നണം, ഇട്ടി കൊണ്ട പോലെ തോന്നണം എന്ന് പറയുന്ന ഏരിയാസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മള് ഹാൻഡിൽഡ് ടൈപ്പ്
ക്യാമറാസ്, റിങ്ങിൽ തന്നെ ഹാൻഡിൽ ടൈപ്പ് ക്യാമറാസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ബട്ട് അതേപോലെ തന്നെ ചില സീക്വൻസസ് ലൈക്ക് ഇപ്പൊ നമ്മുടെ കൊറിയോഗ്രാഫർ, നമ്മുടെ കോച്ച് പറയുന്ന മാതിരി അതിനൊരു ചിലത് കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും അതിനൊരു റിതം ഉണ്ടായി, അതിനെ ബ്രേക്ക് ചെയ്യാതെ തന്നെ ചെയ്യണം എന്ന് പറയുന്ന പോലത്തെ ഫൈറ്റ്സ് ഉണ്ട്. അതിനൊക്കെ നമ്മൾ സ്റ്റഡി ക്യാം വെച്ചിട്ട് തന്നെ അതിനെ ബ്രേക്ക് ചെയ്യാതെ അതിന് വേറെ ഡിസ്റ്റർബൻസ് ഒന്നും കൊടുക്കാതെ തന്നെയാണ് അതും ചെയ്തിരിക്കുന്നത്. അതാണ് രണ്ട് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ഞാൻ പേഴ്സണലി റിങ്ങിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പൊ എനിക്ക് എങ്ങനെ വരും അറിയില്ല. ഈ ബോക്സിംഗ് കോച്ചിങ് എല്ലാം എടുക്കുന്നുണ്ടായിരുന്നില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ല, എന്നോടുള്ള ഒരു പേഴ്സണൽ ഇഷ്ടം കൊണ്ടാണ്. സിനിമ റീസൺ ആയോ? സിനിമ റീസൺ ആയത് I met the right people. ഇത് ഞാൻ സ്കൂൾ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഒരു പരിപാടി ആയിരുന്നു. ഇപ്പൊ ബോക്സിംഗ് ആയാലും റെസ്ലിംഗ് ആയാലും സ്കൂൾ തല പരിപാടികൾ. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ അതിലൊരു ഹോപ്പ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പോയതാണ്. ദെൻ ഈ സിനിമയോടനുബന്ധിച്ച് നമ്മൾ കുറച്ച് ആളുകളെ, എസ്പെഷ്യലി നമ്മുടെ കോച്ച് ജോഫിൽ എന്ന് പറയുന്നത്, ഈസ് എൻ അമേസിംഗ് കോച്ച്. ഈസ് എ മുയ് തായ് ആൻഡ് ബോക്സിംഗ് പ്രാക്ടീഷണർ. അപ്പൊ പുള്ളിനെയൊക്കെ കണ്ട് that was a right vibe, right time with the right people. Then now I'm carrying it forward. ചെറിയ ട്രെയിനിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. ചിത്രക്ക് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഭയങ്കര രസമായി തോന്നുന്നത് ഈ ടീം സെറ്റിലുള്ള മനുഷ്യന്മാരെ ഇതിന്റെ ഒരു പീപ്പിൾ മാനേജ്മെന്റ് സ്കില്ലും കൂടി ഉണ്ടല്ലോ ഇതിന്റെ എല്ലാത്തിനും കൂടെ. ഈ പറഞ്ഞ ആഡ് ഓൺ പോലെ നമുക്ക് വേണ്ടത് ഇത്ര ആളുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. കൂടെയുള്ള അസിസ്റ്റൻസ് ആവാം, അസോസിയേറ്റ്സ് ആവാം, മറ്റ് ഡിപ്പാർട്ട്മെന്റിലുള്ളവരാവാം. ഈ പീപ്പിൾ മാനേജ്മെന്റ് സ്കില്ല് അതിൽ നമ്മളൊരു ഫൈൻ ട്യൂൺഡ് ആവാം. അതിൽ നമുക്ക് ഈ പറഞ്ഞ ഒരു സ്കിൽസ് അച്ചീവ് ചെയ്യാം. അത് ഗ്രാജുവലി സംഭവിക്കുന്നതാണോ, എങ്ങനെയാണ് ശരിക്കും? ഈ പീപ്പിൾ മാനേജ്മെന്റിന്റെ ഏറ്റവും ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്, you should have the right people around you. അതിന്റെ മുകളിലാണ് പിന്നെ മാനേജ്മെന്റ് തന്നെ ഉള്ളത്. പിന്നെ മാനേജ് ചെയ്യണ്ട. If you don't have the right people around you, make sure you have the right people around you who believes you, who criticize you, who are your friends. ഇപ്പൊ എന്റെ കരിയറിൽ തന്നെ ഒരു നല്ല പടം അല്ലെങ്കിൽ ഓക്കെ കൊമേഴ്ഷ്യലി വർക്കായ ഒരു സിനിമ എന്ന് പറഞ്ഞവരെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്റെ സുഹൃത്തുക്കളുടെ കൂടെ ചെയ്തതായിരിക്കും. അവിടെ കംഫർട്ട് സോണും ഉണ്ട്. ആ കംഫർട്ട് സോണിൽ തന്നെ നമ്മൾ വളരെ അൺകംഫർട്ടബിൾ ആവും ചില സിറ്റുവേഷനിൽ. പീപ്പിൾ വിൽ ടേക്ക് യു ഫോർ ഗ്രാന്റഡ്. കൂട്ടുകാരനായതുകൊണ്ട് എടാ മതിയടാ അല്ലെങ്കിൽ ഞാൻ തന്നെ അങ്ങോട്ട് പറയും എന്ന് പറയും. അതുണ്ട്. ബട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് എപ്പോഴും അതിനകത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. ആൻഡ് വൺസ് യു ഹാവ് ദ റൈറ്റ് പീപ്പിൾ അറൗണ്ട് യു, it's easy to manage it. And ക്ഷമ. And I was pretty bad with it. People, എന്റെ ഏറ്റവും വീക്കസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പീപ്പിൾ മാനേജ്മെന്റ് ആയിരുന്നു. അത് ഞാൻ എൻ്റെ ത്രൂ ഔട്ട് മൈ വർക്ക് എക്സ്പീരിയൻസിൽ ഞാൻ ഫൈൻ ട്യൂൺ ചെയ്തെടുത്തതാണ്. ഇപ്പോഴും അങ്ങനെ ഫൈൻ ആണെന്ന് വിശ്വസിക്കുന്നില്ല, ബട്ട് ബെറ്റർ ദാൻ ബിഫോർ ഐ ബിലീവ്. ഈ എനിക്ക് തോന്നുന്നു നമ്മുടെ കരിയറിൽ ആദ്യത്തെ സിനിമയായിട്ട് സംസാരിക്കാൻ തോന്നുന്നു അനുരാഗ് കരിക്കുംവെള്ളം. അനുരാഗ് കരിക്കുംവെള്ളം വരുന്ന സമയത്ത് സിനിമയുടെ സ്വഭാവത്തിൽ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. അത് ആളുകൾ ടേക്ക് അവേ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. തിയേറ്ററിൽ നിന്ന് പടം കണ്ടു കഴിഞ്ഞ് പോകുമ്പോൾ ഇതിൻ്റെ ഒരു ടെക്സ്റ്റ് വായിക്കുമ്പോൾ, സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ, ഇതിൻ്റെ ഒരു വിഷ്വൽ ഫീഡ് കിട്ടുമ്പോൾ ഇത് ഈ പറഞ്ഞ ഫ്രഷ്നെസ് ആളുകൾക്ക് ഫീൽ ചെയ്യുന്നതാണല്ലോ. വിഷ്വലിലൂടെ അത് ഫീൽ ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഒരു ഡിസൈൻ സെറ്റ് ചെയ്യുന്നത് ഈ ആദ്യ സിനിമ, ഫസ്റ്റ് ഡേ, ലൊക്കേഷൻ, ഇതിനെ മാനേജ് ചെയ്യുന്നത് ഈ ജേർണി ശരിക്കും എങ്ങനെയാണ് അനുരാഗ് കരിക്കുംവെള്ളത്തിന്റെ കാര്യത്തിൽ? അനുരാഗ് കരിക്കുംവെള്ളത്തിന്റെ ജേർണി എന്ന് പറയുന്നത്, അനുരാഗ് കരിക്കുംവെള്ളം വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ട് സംഭവിച്ചൊരു സിനിമയാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം, റഹ്മാനെ സംബന്ധിച്ചിടത്തോളം. റഹ്മാൻ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല അനുരാഗ് കരിക്കുംവെള്ളം എന്ന് പറയുന്ന ഒരു പടം ചെയ്യാനായിട്ട്. ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. റഹ്മാന്റെ വെരി ഇനീഷ്യൽ ഫസ്റ്റ് മൂവി വാസ് ഉണ്ട. അത് ഇതേപോലെ റഹ്മാൻ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാന്, റഹ്മാൻ, അതേപോലെ നമ്മുടെ എഡിറ്റർ നൗഫല്, പിന്നെ റോഷാക്കിന്റെ ഡയറക്ടർ നമ്മുടെ നിസാം ബഷീർ, നമ്മളൊക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പം നൗഫലിന്റെ റൂമിലാണ് ഞങ്ങൾ എല്ലാവരും അട്ടിയിട്ട് കിടക്കുന്ന ആ സമയത്ത്. അങ്ങനെ ഞങ്ങളൊരു പേപ്പർ കട്ട് റഹ്മാൻ തന്നെ കാണുകയാണ്, ഇങ്ങനെ പോലീസുകാരിങ്ങനെ ഛത്തീസ്ഗഡിൽ പെട്ടിരിക്കുകയാണെന്ന് പറയുന്ന ഒരു സാധനം. അപ്പൊ നമുക്ക് അന്ന് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇത് 2013 സംതിങ്.
അപ്പൊ റഹ്മാൻ ഇങ്ങനെ അതിൽ വളരെ ഫാസിനേറ്റഡ് ആയിരുന്നു. നല്ല പോയിന്റ് ആണ്, നമ്മൾ പറഞ്ഞ് ഡെവലപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്ത്, ആൻഡ് ഹി വാണ്ടഡ് ടു ഡു ഉണ്ട ആസ് ഹിസ് ഫസ്റ്റ് മൂവി. അതിനുള്ള ഡെവലപ്മെന്റ് നടക്കുമായിരുന്നു. ആൻഡ് ആ സമയത്താണ് പുള്ളി ABCD ചെയ്യുന്നത്. ABCD പുള്ളി അസിസ്റ്റ് ചെയ്യുന്ന സമയം. അപ്പൊ ABCD റൈറ്റർ പുള്ളി അതേപോലെ വളരെ നല്ല സുഹൃത്താണ്. പുള്ളി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഈവനിങ്ങിൽ നമ്മൾ ചില്ല് ചെയ്തിരിക്കുന്ന സമയം പുള്ളി പറഞ്ഞ സാധനമാണ്. അപ്പം നമ്മൾ പിന്നെ അതിൽ കയറി പിടിച്ചു. പിന്നെ നമുക്കറിയായിരുന്നു ഉണ്ട് ഒരു ഡ്രൈ സിനിമയാണ്, ഒരു കമേഴ്ഷ്യൽ. അങ്ങനെ നമുക്ക് പ്രസന്റ് ചെയ്താൽ എത്രത്തോളം അത് ആസ് എ ന്യൂ കമർ ആളുകൾ അത് എങ്ങനെ എടുക്കും നമുക്കറിയില്ല. അപ്പൊ അങ്ങനെ ഒരു ഡൗട്ടിലൊക്കെ നിൽക്കുമ്പോഴാണ് ഒരു കംപ്ലീറ്റ്ലി കളർ പടം, ലൈക്ക് പ്രേമവും എല്ലാ ഇമോഷൻസും അടങ്ങിയൊരു സിനിമ, ലൈക്ക് ഗേൾ ഫ്രണ്ട്, ബോയ് ഫ്രണ്ട്, അച്ഛൻ, അമ്മ, കോമഡി. ഓക്കെ, വേറെ എന്താ വേണ്ടേ? പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ അത് ഞങ്ങൾക്ക് ഡൈജസ്റ്റബിൾ ആയിരുന്നു ആ സ്റ്റോറി. ഞങ്ങൾക്ക് ഡൈജസ്റ്റബിൾ ആയിരുന്നു. ഇത് വല്ലാത്തൊരു ഹുക്കാണ്, ഒരു നമുക്ക് തോന്നിയോണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കഥ തന്നെയാണ് അത്. അങ്ങനെയാണ് ആ സിനിമയിലേക്ക് എത്തുന്നത്. ആ സിനിമയിലേക്ക് എത്തി അതിന്റെ റെഫറൻസും കാര്യങ്ങളും നമ്മൾ എടുക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ഒരുപാട് ഹോളിവുഡ് റോം കോംസും കാര്യങ്ങളും ഇങ്ങനെ കാണുമായിരുന്നു. പക്ഷെ ഒന്നിലും നമ്മളൊരു അങ്ങനെ ഒരു ഈ റെഫറൻസിൽ ചെയ്യാം എന്ന് പറയുന്നൊരു രീതിയിലേക്ക് പോകാൻ പറ്റിയിരുന്നില്ല. ബട്ട് ഇങ്ങനെ ഒരുപാട് റോം കോംസ് കണ്ടതുകൊണ്ട് തന്നെ ഐ ഹാഡ് എ തിങ് അബൌട്ട് ലെൻസിങ്. ഇങ്ങനെ ആ സിനിമയ്ക്ക് വേണ്ടി കുറച്ച് അതേപോലുള്ള കണ്ടന്റ് കണ്ടതുകൊണ്ട് തന്നെ ഒരു ലെൻസിങ്ങിനെ കുറിച്ച് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു. ഇത് വൈഡ് ആണെങ്കിൽ അത് എങ്ങനത്തെ ഒരു വൈഡ് വെക്കണം, അത് ഒരു കമ്പൈൻ ഷോട്ട് ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് തരം ലെൻസിങ് യൂസ് ചെയ്യണം. ഇപ്പൊ ആ സിനിമ ഇപ്പൊ നിങ്ങൾ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അത് കംപ്ലീറ്റ്ലി 3/4 ലെൻസിങ് ആണ്. ഇപ്പൊ ഒരു വൈഡ് ആണെങ്കിൽ പോലും യു കനോട്ട് സീ ദ ഫുഡ്, ഇത്രേ ഉള്ളൂ, 3/4 ഉള്ളൂ. അത് ഇപ്പൊ ഒരു 4 പേര് നിൽക്കുന്ന ഒരു ഷോട്ട് ആണെങ്കിൽ പോലും 3/4 ആണ്. അതിന് ഒരു ക്ലോസപ്പ് കഴിഞ്ഞ് തിരിച്ച് കട്ട് ബാക്ക് ആ ആംഗിളിൽ തന്നെ ഒരു വൈഡ് വെച്ചാൽ പോലും ഞാൻ വേറെ ടെലി ലെൻസിൽ പോയിട്ട് ബാക്ക് ഇറങ്ങിയിട്ട് 3/4 തന്നെ വെക്കുള്ളൂ. ആ മാഗ്നിഫിക്കേഷനിൽ നിന്ന് കുറച്ച് വ്യത്യാസപ്പെടുത്തുക എന്നുള്ളതിലുപരി ഒന്നും ചെയ്യാറില്ല. ബട്ട് ഐ മെയ്ഡ് ഷുവർ എവറിത്തിങ് ഹാസ് ടു ബി 3/4. ഒരുപാട് വൈഡർ ആയിട്ടുള്ള ഇമേജസോ അങ്ങനെ വൈഡർ ഫ്രെയിംസോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു ധാരണയിലേക്ക്, അതായത് സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം ഇങ്ങനെ കുറച്ച് റെഫറൻസിന് വേണ്ടി കാണുന്ന സിനിമകളിൽ നിന്ന് അങ്ങനെ പെർട്ടിക്കുലർ ആയിട്ട് എടുത്തു പറയാനില്ല. ഒരുപാട് ഇങ്ങനെ കണ്ട് ഇങ്ങനെ പോകുമ്പോ ഒരു ഐഡിയ വരുന്നതാണ്, നമ്മൾ തന്നെ ഫോർമുലേറ്റ് ചെയ്തെടുക്കുന്ന ഫോർമുല. അതിങ്ങനെ ചെയ്താലോ. അപ്പൊ ഡെഫിനറ്റ്ലി നമ്മളിപ്പോ ഡയറക്ടറായിട്ട് ഡിസ്കഷനിലിരുന്ന്, അപ്പൊ ആ സമയത്തൊന്നും റഹ്മാന് ലെൻസിങ്ങിനെ കുറിച്ച് ഒരു ധാരണയില്ല. ഓൾ ഹിസ് ഹെഡ് വാസ് വർക്കിംഗ് ഓൺ ഹിസ് തിങ്സ്. ആക്ടേഴ്സിനായിട്ട് എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് പുള്ളിയുടെ ചിന്ത. അപ്പൊ ആ ഒരു ഫ്രീഡം, ആ ഒരു ലിബർട്ടി പുള്ളി അന്ന് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത് പുള്ളിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട്. അപ്പൊ അത് എനിക്കൊരു നല്ല കാര്യം, ഒരു അനുഗ്രഹമായിട്ട് മാറി എന്ന് വേണം പറയാൻ. ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി മൈ ലെൻസിങ് എന്നാണ് എൻഡ് ഓഫ് ദി ഡേ വന്നിട്ടുള്ളത്. ആ പെർട്ടിക്കുലർ സിനിമ ഫ്രം ഉണ്ട, ഹി വാസ് ഫ്രം ദാറ്റ് ടൈം he been very particular about his lensing. എനിക്ക് 25 ഇത് മതി എന്നൊക്കെ പറയുന്ന പോലെ പുള്ളിയും വലുതായി. നിങ്ങൾക്ക് തമ്മിൽ ഇവൻ എക്സ്ചേഞ്ചുകൾ ലൈക്ക് വൺ സൈഡ് അല്ലാതെ അവിടെ കൂടെ വരുന്ന പോലെ വെരി ഡിമാൻഡിങ്, വെരി ഡിമാൻഡിങ്. ഇങ്ങനെ അനുരാഗിക്കുമ്പോൾ പറയുമ്പോഴേ എല്ലാവരും ഒരു വിഷ്വൽ മെമ്മറിയിലെ ഫസ്റ്റ് വിഷ്വൽ എനിക്ക് തോന്നുന്നു ആസിഫിന് അടി കിട്ടുന്ന വിഷ്വലാണ് എപ്പോഴും ആളുകൾ റിപ്പീറ്റഡ്ലി പറയുന്നത്. ഇത് ഓൺ ലൊക്കേഷൻ കാണുന്ന ഒരാളോടെയാണല്ലോ. ഇതിന്റെ ഇമ്പാക്ട് ഒബ്വിയസ്ലി നമുക്ക് അവിടെ വരുന്ന സൈലൻസിൽ അല്ലെങ്കിൽ സ്കോറിൽ ഇവരുടെ പെർഫോമൻസ്, സൗണ്ട്, ഇതിലെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. ഓൺ ലൊക്കേഷൻ ആ ഒരു പെർട്ടിക്കുലർ ഷോട്ട് വിറ്റ്നസ് ചെയ്യാൻ അതിനേക്കാൾ രസമായിരുന്നു. എന്നുവെച്ചാൽ നിങ്ങള് പടത്തിൽ മിക്സ് ചെയ്തിട്ടുള്ള സൗണ്ടിനേക്കാൾ നല്ല ശബ്ദമായിരുന്നു. പുള്ളി തല്ലി. നമ്മളൊരു റിയൽ പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടില്, കടവന്ത്ര സ്റ്റേഷന്റെ ഫ്രണ്ടിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ സമയമില്ല, അതിന്റെ റഷ് കാര്യങ്ങള്. ബിചേട്ടൻ രാവിലെ വന്ന് നിന്നിട്ട് എന്താ ഷോട്ട്, ഇങ്ങനെ തല്ലുന്ന റെഡി പോയമ്പോ പിടിച്ചെടുത്തിട്ട് ഒറ്റടി കൊടുത്തു. പക്ഷെ അത്
തല്ലിയ പുള്ളിയുടെ ഷോട്ടിനേക്കാൾ നന്നായത് നമ്മൾ മൾട്ടി ക്യാമറ വെച്ചിട്ടാണ് അത് ചെയ്തത്. അതെനിക്ക് തോന്നുന്നു ആസിഫ് അത്രയും നല്ല തല്ലുകൊണ്ട് റിയാക്ഷൻ വേറെ ആസിഡ് ഉണ്ടെന്ന്. ആസിഡ് എന്ന് പറയും അതൊരു ബാധ്യതയായി, പിന്നെ എപ്പോ തല്ലുകൊണ്ടാലും ഇതിന് മുകളിൽ കൊടുക്കണം. കിട്ടി കാരണം ഫസ്റ്റ് ലാപ്പ് വാസ് വെരി ഹാർഡ്. ഈ അനുരാഗരിക്കുമ്പോഴൊക്കെ പറയും, നേരത്തെ നമ്മൾ ഈ ഫൈറ്റ് ഷൂട്ട് ചെയ്യുന്ന കാര്യം പറയുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു പാട്ട് ഷൂട്ട് ചെയ്യുന്നത് പലതരത്തിലുള്ള പാട്ടുകളുണ്ട്. ഇപ്പോൾ ഡാൻസ് സ്കോർ വരുന്ന പാട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ലിപ്പില് പാടുന്ന പാട്ടുകളായിരിക്കാം, അതല്ലെങ്കിൽ മൊണ്ടാജിൽ വർക്ക് ചെയ്യുന്ന പാട്ടുകളായിരിക്കാം. ഈ പാട്ടുകൾ ഷൂട്ട് ചെയ്യുന്നതിൽ എന്താണ് എക്സൈറ്റ്മെന്റ്? ഇതിലൊരു കംഫേർട്ടോ അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് കൃത്യമായിട്ട് ക്രാക്ക് ചെയ്തെടുക്കുന്നത്? പാട്ട് ഇപ്പൊ തുണ്ടിലെ പാട്ടെല്ലാം ഇത്രയും ഡാൻസ് പരിപാടികൾ, അത്രയും വൈഡ് ഫ്രെയിംസിലാണല്ലോ ഈ പാട്ട് വരുന്നത്. അതുപോലെ ഇപ്പോ അനുരാഗിനെ എടുത്തു കഴിഞ്ഞാൽ മനോഗതം ഭവാൻ വരുന്നുണ്ട്, ഇവരുടെ ലൈഫിലൂടെയാണ് ആ പാട്ട്. ഒരു മോണ്ടാജ് സീക്വൻസ് പാട്ട് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത് അത്ര ശ്രമകരമായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളൊരു സീൻ ഷൂട്ട് ഇപ്പൊ പലപ്പോഴും മൊണ്ടാജ് സോങ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു സീൻ ഷൂട്ട് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ആ 2 കട്ട് അതിന് വേണ്ടി എടുക്കാം പറയുന്ന പോലെ എടുത്തു പോകും. ഇപ്പൊ പലപ്പോഴും മോണ്ടാജ് സോങ്സിന്റെ സോങ്സ് ഒന്നും വന്നിട്ടുണ്ടാവില്ല, അതൊക്കെ പോസ്റ്റ് പ്രൊഡക്ഷനിലായിരിക്കും പല പാട്ടുകളും വരുന്നത്. ചിലത് നമുക്ക് ഉണ്ടാവും, ഇപ്പൊ പറഞ്ഞ ഡിപ്പെൻഡ്സ് ഓൺ ഡയറക്ടർ. അവരത് പാട്ട് കിട്ടാതെ ഞാൻ ഷൂട്ട് ചെയ്യില്ല എന്ന് പറയുന്ന ഡയറക്ടേഴ്സും ഉണ്ടാവും. ചിലപ്പോൾ നിവൃത്തികേട് കൊണ്ട് അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ചുമ്മാ ഇങ്ങനെ എടുത്തെടുത്ത് പോക്കാണ്. ചില സിറ്റുവേഷൻസ് നമുക്ക് ഇനിയിപ്പോ ഒരു പാട്ടിന്റെ ഒരു മോണ്ടാജിന്റെ സിറ്റുവേഷൻ നമ്മളെടുത്ത് ഒരു ഡയറക്ടർ പറഞ്ഞു തരുമ്പോൾ തന്നെ നമുക്ക് തോന്നും, ഓക്കെ ഇതങ്ങനെ റാൻഡം ആയിട്ട് അങ്ങനെ പോകേണ്ട ഒരു സാധനമല്ല, അത് കുറച്ചുകൂടെ ട്രീറ്റ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ട്രീറ്റ് ചെയ്യും. ഇപ്പൊ പാട്ടുണ്ടാവില്ല എന്ന് വെച്ചാൽ പോലും ഇപ്പൊ നമ്മളൊരു 4 ഷോട്ട് അല്ലെങ്കിൽ ഒരു 10 ഷോട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പാട്ടിന് വേണ്ടി അവരെന്തെങ്കിലും ഒരു റെഫറൻസ് സോങ് ഇട്ടിട്ട് അതിനൊരു കട്ടിനൊരു ഫ്ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെങ്കിലും they'll have a song. പിന്നെ ബാക്കിയുള്ളത് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മൂഡ് അതായി, then we are in the flow. പിന്നെ ഒരു പാട്ട് എന്ന് പറയുന്നത് ഞാൻ ഷൂട്ട് ചെയ്തതിൽ ഏറ്റവും ലൗഡ് ആയിട്ടുള്ള പാട്ട് എന്ന് പറയുന്നത് തല്ലിമാലയിലെ 2 പാട്ടായിരിക്കും. ഒന്ന് പാത്തുറായപ്പം ഒന്ന് കണ്ണിൽപ്പെട്ടോളെ, അതായിരിക്കും 2 ലൗഡ് പാട്ട്. അത് സോ സ്റ്റൈലിസ്റ്റിക് പരിപാടി, സിനിമാറ്റിക് പരിപാടി. അതില് കണ്ണിൽപ്പെട്ടോളെ ഐ വാസ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡഡ് ഓൺ ഷോബി മാസ്റ്റർ. എനിക്ക് ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ഇറ്റ്. എനിക്ക് അത് അങ്ങനത്തെ പരിപാടി എങ്ങനെ അത് എനിക്കറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു അക്കാഡമിക്കലായിട്ട് ഫിലിം മേക്കിംഗ് പഠിച്ചിട്ടുള്ള ഒരാളല്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും ഡിറൈവ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ളൊരു സിറ്റുവേഷൻ, ഇങ്ങനെ ഒരു സിനാരിയോ ഒരു എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്, ഇതെങ്ങനെ പിടിക്കണം എന്നുള്ള ഒരു ഡൗട്ട് എനിക്ക് ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. അതിന് ഷോബി വാസ് കംപ്ലീറ്റ്ലി ഹെൽപ്ഫുൾ. പുള്ളി ഹി സേവ്ഡ് മൈ ആസ് എന്ന് വേണമെങ്കിൽ പറയാം ആ പാട്ടില്. അത് കംപ്ലീറ്റ് ക്രെഡിറ്റ് ഗോസ് ടു ഷോബി ഓൺലി. അതിൽ വാട്ട് എവർ യു സീ, വാട്ട് എവർ യു ആർ എക്സൈറ്റഡ്, നിങ്ങൾ കണ്ട് എന്തൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം ഷോബിയുടെ വർക്ക് തന്നെയാണ്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു പാത്തുറാപ്പ്, ഇപ്പൊ ഞാനായാലും റഹ്മാനായാലും മൂസിനായാലും നമ്മൾ 3 പേരുടെ ഇൻപുട്ട് ഈക്വലി ഉണ്ടായിരുന്ന ഒരു പാട്ടാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് വാസ് ജസ്റ്റ് നോട്ട് ദ സോങ്. അത് മൂസിൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതൊരു കത്തുപാട്ടാണ് എന്ന് പറയുന്നവര്. മാപ്പിളപ്പാട്ടിലുള്ള കത്തുപാട്ട് പോലത്തെ ഒരു സാധനമാണ്. അതിന്റെ ഓരോ വരിയും വളരെ പെർട്ടിക്കുലർ ആയിട്ട് പുള്ളി എന്നെ എഴുതിയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് എവിടെ പ്ലേസ് ചെയ്യണം, അത് എങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വരണം, ഇത് നടക്കുമ്പോ ഈ ഫ്രെയിമിൽ ആരൊക്കെ വേണം എന്നുള്ളതിന് വരെ മൂസിൻ ഭയങ്കര നിർബന്ധ ബുദ്ധിയായിരുന്നു ആ ഒരു പാട്ട് നടക്കുമ്പോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വി ഹാഡ് ടു ക്രിയേറ്റ് ഒരു സ്ട്രീറ്റ് പോലൊരു ഏരിയ വേണം എന്ന് പറയുന്നൊരു ആവശ്യകത സൈഡിൽ നിന്ന് വരുന്നു. ഇവന്മാരെ എങ്ങനെ പ്ലേസ് ചെയ്യും പറയുമ്പോ ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ഡിട്രോയിറ്റ് അല്ലെങ്കിൽ കോംപ്ടണിലൊക്കെ കാണുന്ന മാതിരി ഒരു വിന്റേജ് ബാർബർ ഷോപ്പ് ആയാലും എങ്ങനെ ഉണ്ടാവും. ഓക്കെ, എന്നാ അങ്ങനെ ഒരു പീസ് അവിടെ വരുന്നു, അപ്പൊ ബോയ്സിനെയൊക്കെ അവിടെ നമുക്ക് ഉൾക്കൊള്ളിക്കാം എന്ന് പറയുന്ന പോലത്തെ സീൻ. ഇപ്പൊ ഈ നമ്മുടെ ഹീറോയിന്റെ ഏരിയ വരുമ്പോഴേക്കും അപ്പൊ റഹ്മാൻ പറഞ്ഞു, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബുട്ടീക്ക് പോലത്തെ ഒരു സെറ്റപ്പ് അങ്ങനെ ചെയ്യാം, അങ്ങനെ പിടിക്കാം എന്ന് പറഞ്ഞു. Then it came,
എവറിത്തിങ് കെയിം ഇൻ ദ ഫ്ലോ, ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്. ഇപ്പോഴും എനിക്കറിയില്ല അത്. we were in it, we were so honest about it. നമ്മള് പിന്തിരിയാൻ തയ്യാറായിരുന്നില്ല, തോറ്റു പിന്മാറാൻ തയ്യാറായിരുന്നില്ല. we gave it everything. അതാണ് അതിന്റെ റിസൾട്ട്. അതിലിപ്പോ ഇന്നാൾ ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. ഇറ്റ് വാസ് എ വെരി മച്ച് ഓഫ് എ കളക്റ്റീവ് വർക്ക്. ഇപ്പൊ റഹ്മാൻ ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ ജിംഖാന ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഡിപ്പെൻഡഡ് ആയിരുന്നു പുള്ളിയുടെ കൂടെ ഉള്ളവരില്. there is a lot of CG work. ഒരു ഷോട്ട് പുള്ളി ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് കണ്ടിട്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം കട്ട് കഴിഞ്ഞിട്ട് ഓക്കെ എന്ന് പറയുന്നതിന് മുമ്പ് പുള്ളി CG ആർട്ടിസ്റ്റിന്റെ മുഖത്ത് നോക്കി പുള്ളിയുടെ ഓക്കെ എടുത്തിട്ടൊക്കെ വേണം തിരിച്ചു വരാൻ. അതൊക്കെ 1-2 ദിവസം ഓക്കെ. ഇത് ഇറ്റ് ഈസ് കണ്ടിന്യൂയിങ് ഫോർ ലൈക്ക് മോർ ദാൻ ലൈക്ക് എ മന്ത്. നമ്മള് ഫ്രസ്ട്രേറ്റ് ആയിപ്പോ ആരോടൊക്കെ ഞാൻ ചോദിക്കണം എന്ന് പറയുന്ന കാര്യം. സോ ദാറ്റ് വാസ് ദേർ. അപ്പൊ പുള്ളി ഡിപ്പെൻഡഡ് ആയിരുന്നു അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ. ഇപ്പൊ തല്ലുമലി കാറിലുള്ള ഫൈറ്റ് ഉണ്ടല്ലോ, അത് ഈ അടുത്ത് പിന്നെയും ഡിസ്കഷൻ വന്നിരുന്നു, ശ്രദ്ധിച്ചിരുന്നോ? വിടാമുയർച്ചി റിലീസ് ആയ സമയത്ത് വിടാമുയർച്ചി ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് വരുന്നുണ്ട്. ഈ കാറിനൊക്കെ വളരെ കൺഫൈൻഡ് ആയ ഒരു സ്പേസിൽ ഒരു ഫൈറ്റ് കോറിയോ ചെയ്യുന്നു. അവിടുന്ന് വിഷ്വലി ക്യാപ്ചർ ചെയ്യണം, ഇത് ആളുകളിൽ എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കണം. ആ ഒരു ഫൈറ്റ് പെർട്ടിക്കുലർലി എടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഫൈറ്റ് ചെയ്യാനൊരു ഇഷ്ടമുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ ഫൈറ്റിന്റെ ഡിസൈൻ, ആ പെർട്ടിക്കുലർ ഫൈറ്റിന് വേണ്ടി ഡിസൈൻ എന്ന് പറഞ്ഞ ശേഷം ഇപ്പൊ തിയേറ്റർ ഫൈറ്റ് ആയാലും ഇതിന്റെ ക്ലൈമാക്സ് ഫൈറ്റ് ആയാലും ഇപ്പൊ നമ്മള് ഒരു കൊറിയോഗ്രാഫറിനായിട്ട് സംസാരിക്കുമ്പോൾ, ആക്ഷൻ കൊറിയോഗ്രാഫറായിട്ട് സംസാരിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ he'll also come up with so many footages, so many edit scenes, sir ipdi pannalama sir appdi pannalama എന്ന് പറയുന്നൊരു ഡിസ്കഷൻസ് ഉണ്ടാവും. പക്ഷെ ഈ കാറിനകത്ത് ഫൈറ്റ് നമ്മൾ ഒരു ഇനീഷ്യൽ ഡിസ്കഷനിൽ നമ്മൾ സുപ്രീം മാസ്റ്ററായിട്ട് സംസാരിച്ചു പോയതിനു ശേഷം പിന്നീട് പുള്ളി വന്നപ്പോ പുള്ളിക്ക് ഒരു റെഫറൻസ് ഇല്ല കാണിക്കാനായിട്ട്. ഇത് കാറിൽ 2 പേര് ഇരിക്കുന്നു തല്ലുകൂടുന്നു എന്ന് പറയുന്ന പോലെയല്ല. എത്ര അതൊരു 8 സീറ്റർ ആണ്. 8 സീറ്ററിൽ 8 പേരുണ്ട്. 8 സീറ്ററിൽ 8 പേരുണ്ട്. അവര് 8 പേരും എൻഗേജ് ചെയ്യുന്ന ഒരു ഫൈറ്റ് വേണം ചെയ്യാൻ എന്നുള്ളതായിരുന്നു ആവശ്യം. അപ്പൊ ഹി കുഡന്റ് ഫൈൻഡ് എ റെഫറൻസ്. ഇപ്പൊ നമ്മളും തപ്പുന്നുണ്ട്, ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണമല്ലോ, ഇത് ഇങ്ങനത്തെ ഒരു ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അതെങ്ങനെ ചെയ്തു, എങ്ങനെ പുൾ ഓഫ് ചെയ്തു എന്ന് അറിയാൻ വേണ്ടി. ബട്ട് ഒന്നും കിട്ടിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു മാസ്റ്റർ എന്തായാലും ഒരു കൊറിയോഗ്രഫി ഫിക്സ് ചെയ്യും, മേക്ക് എ കൊറിയോഗ്രഫി. കാറിന്റെ അകത്താണ് എന്നുള്ള ആ ഒരു വിഷയം മാസ്റ്റർ മറന്നേക്കുക, ആ വിഷയം മറന്നേക്കുക. യു മേക്ക് എ കൊറിയോഗ്രഫി, വാട്ട് എവർ ദാറ്റ് യു ക്യാൻ യൂസ്, ഇതിന്റെ ഹെഡ് റെസ്റ്റോ അത് ഇത് ഗിയർ ലിവർ അതൊക്കെ ഉപയോഗിച്ചിട്ട് യു മേക്ക് എ കൊറിയോഗ്രഫി. എന്നിട്ട് നമുക്ക് ക്യാമറ മൂവ്മെന്റ്സിനെ കുറിച്ച് ആലോചിക്കാന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസത്തിന് ശേഷം പുള്ളി പറഞ്ഞു ഓക്കെ ഞാനൊരു കൊറിയോ സെറ്റ് ചെയ്തിട്ടുണ്ട്, ബട്ട് വി നീഡ് ടു ഷൂട്ട് ഇറ്റ്, നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ഡിവൈസിൽ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. ഞങ്ങള് എന്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പയ്യനുണ്ട്. ഇപ്പൊ ഞാൻ ആ പയ്യന്റെ അടുത്ത് പറഞ്ഞു എടാ മാസ്റ്റർ പറയുന്ന പോലത്തെ ഷോട്ട്. മാസ്റ്റർ വളരെ പിൻ പോയിന്റ് ആണ് ആ കേസിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കറിയാം എന്താ വേണ്ടത്, എവിടുന്ന് എവിടം വരെ വേണം, കൈ ഇവിടുന്ന് ഇവിടം വരെ വന്നാൽ മതി, അടുത്ത് എനിക്ക് വേറെ ഷോട്ട് ഉണ്ട് എന്ന് പറയുന്ന പോലെ വെരി പ്രിസൈസ് ഹീസ്. അപ്പൊ പുള്ളി പറയുന്ന പോലെ തന്നെ എടുത്തു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഒരു ഫോണും ഒരു സെൽഫി സ്റ്റിക്കും വെച്ചിട്ട് ഇവൻ കാറിന്റെ ഇടയിലൂടെയൊക്കെ ഇങ്ങനെയൊക്കെ ഷോട്ട് എടുത്ത് കംപ്ലീറ്റ് തീർത്ത് എഡിറ്റ് ചെയ്ത് എന്നെ കൊണ്ടൊന്ന് കാണിച്ചിട്ട് മാസ്റ്റർ എന്റെ അടുത്ത് ചോദിച്ചു ഇത് എപ്പിടി തമ്പി ഇത് നമ്മൾ എന്താ ചെയ്യാ. ഞാൻ പറഞ്ഞു ഒന്നുമില്ല മാസ്റ്റർ, നമുക്കൊരു കാറ് മേക്ക് ചെയ്തിട്ട് അതിന്റെ ഡമ്മി ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇത് ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി നമുക്ക് മുറിക്കേണ്ടി വരും, ഷോട്ട് ടു ഷോട്ട്. അങ്ങനെ നമ്മളൊരു ഡമ്മി കാർ ഉണ്ടാക്കി ഷോട്ടിനനുസരിച്ച് നമ്മൾ ഹൊറിസോണ്ടലിയും പിന്നെ മോളിൽ നിന്നും ചെത്തി പകുതി ചെത്തി ഇങ്ങനെയും ചെത്തി കേക്ക് മുറിക്കണ മാതിരി മുറിച്ച് വെച്ചിട്ടാണ് നമ്മൾ ആ സീക്വൻസ് മൂവി ക്യാമറ അതിന്റെ അകത്ത് കയറ്റിയിരിക്കുന്നത്. പിന്നെ അത് എങ്ങനെയാണ് അതിന്റെ ഡിസൈൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാസ്റ്റർ ഫോണിൽ എടുത്തതാണ് അതിന്റെ ഡിസൈൻ. ഞാനത് ഷൂട്ട് ഡേക്ക് പോലും ഞാൻ ഒരു ഷോട്ട് വെക്കുമ്പോ ഞാൻ ആ മൊബൈൽ വീഡിയോ നോക്കിയിട്ടാ വരിക. ഓക്കെ അതന്നെ അതാണല്ലോ മാസ്റ്റർ എടുത്തത്. അത് ഫൈൻ ചെയ്ത് കൊടുത്താൽ മതി, അത് മൂവി ക്യാമറയില് വെരി വെൽ ലിറ്റ് ആയിട്ട് ഫൈൻ ആയിട്ട് എടുത്തു കൊടുത്താൽ മതി. അതാണ് അതിന്റെ ഡിസൈൻ. ഞങ്ങളും ബ്ലാങ്ക് ആയിരുന്നു, ഇത് എങ്ങനെ വരും എന്നറിയാൻ.
ഇപ്പൊ നമ്മളൊരു പടത്തിലൊരു ഫൈറ്റ് സീക്വൻസ് ഒരു 5-6 ദിവസം ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് ഡേ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും ഇതൊന്ന് കാണാൻ. അല്ല എന്തായി ആക്ഷൻ എന്തായിന്ന് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. ഇപ്പൊ നമ്മള് തല്ലുമാല ഷൂട്ട് ചെയ്യുമ്പോ ഇതേപോലെ എല്ലാരും ഇതേപോലെ ബിഗ് സീക്വൻസസ് ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ സീക്വൻസസ് കഴിയുമ്പോ ഇങ്ങനെ വന്ന് നോക്കും. ഓരോ തല്ല് കഴിയുമ്പോൾ ഇതില് ഞാനും റഹ്മാനും ആ കൂടെ എക്സൈറ്റഡ് ആയിരുന്ന ഒരു സാധനം ഈ കാർ ഫൈറ്റിന്റെ ഇത് ഷൂട്ട് കഴിഞ്ഞിട്ട് അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അത് ബിക്കോസ് ബ്ലാങ്ക് ആയിരുന്നു ഞങ്ങള്. അല്ല എങ്ങനെ വരും, ഗ്രീനിലാണ് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്യുന്നത്. CG കഴിഞ്ഞാലും ഇത് ബിലീവബിൾ ആയിട്ട് അതിന്റെ ഗ്രീൻ മാറ്റിലുള്ള എലമെന്റ് ഒക്കെ വരും. ഹാറ്റ്സ് ഓഫ് ടു ദ CG ഡിപ്പാർട്ട്മെന്റ്. ഉഗ്രം വർക്ക് ആയിരുന്നു. സിനിമയുടെ ഒരു ക്ലോഷർ പോയിന്റിലോട്ട് നമ്മൾ ലീഡ് ചെയ്യുന്നത് തന്നെയാണ്. പിന്നെ അറിയാലോ നമ്മള് മലയാള പടം നമ്മള് പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് കയറ്റിയിട്ട് എത്ര നാൾക്കുള്ളിലാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത്. തല്ലുമാലയില് 900+ 2D shots, 300 or 200+ 3D shots, and വേറെ 100 ഷോട്ട്സോളം വേറെ animations and everything. ഈ ലെറ്ററിങ്ങും ഇൻസ്റ്റാഗ്രാം പോപ്പിംഗ് ഒക്കെ പോലുള്ള. അപ്പൊ ഇത്രയും ഷോട്ട് ഇവര് 3 months 4 monthsലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അത് ഇപ്പൊ എന്തെങ്കിലും ചെറിയ ഫ്ലോ ഉണ്ടെങ്കിൽ പോലും അമ്മ മറന്നു കളഞ്ഞേക്കാം. ഭയങ്കര ഇലക്ട്രിഫൈങ് ആണ്, വളരെ ഇലക്ട്രിഫൈങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ശബ്ദവും പുള്ളി അതിനെ അടക്കിപ്പിടിച്ച് പെർഫോം ചെയ്യുന്ന ഒരു ആക്ടർ അല്ല. പുള്ളിയോട് തുറന്നു വിടുകയാണ് പുള്ളിയെ. അങ്ങനത്തെ ഒരു ആക്ടറാണ്. ആൻഡ് ഇറ്റ്സ് വെരി ഇലക്ട്രിഫൈങ്, ഇറ്റ്സ് വെരി ചാമിങ് ടു സീ. നമ്മൾ മോണിറ്ററല്ല ചുമ്മാ ഇങ്ങനെ നോക്കി നിൽക്കാനാണ് രസം. ഇപ്പൊ മോണിറ്ററിൽ ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ എപ്പോഴും റഹ്മാന്റെ കൂടെ മോണിറ്ററിൽ ഇരിപ്പാണ് പതിവ്. പക്ഷെ ഇവന്റെ ഷോട്ടാണ് ഞാൻ ഇങ്ങനെ കാണും ചിലപ്പോ. more electrifying, very talented guy and easy to work with, very easy to work with. And പിന്നെ ശരിക്കും പണിയെടുത്തിട്ടുണ്ട് ആ പിള്ളേര്.